ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസർച്ച് എത്തിക്സ് എന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് റിസർച്ചിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്താണ് റിസർച്ച് എത്തിക്സ്, റിസർച്ച് എത്തിക്സ് കൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എത്തിക്സ് അല്ലെ, എത്തിക്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് എത്തിക്സ്? എത്തിക്സ് ഈസ് എ നൗൺ in the English language and is explained as moral principles that govern a person's behavior. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നയിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്കാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന ചിന്തകളിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത് എത്തിക്സ് ആണ്. സോ ദ കണ്ടക്ടിങ് ഓഫ് ആൻ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതൊക്കെ ശരി, എങ്ങനെ ഞാൻ ചെയ്യണം, എങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് എത്തിക്സിലാണ്. സോ നമുക്ക് നമ്മുടെ ജോലിയോട് ഒരു എത്തിക്സ് ഉണ്ടാകണം. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചെയ്യാൻ കാര്യങ്ങളുണ്ടാകും, ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ എത്തിക്സിലാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കോമൺ സിനോണിംസ് ഓഫ് ഈസ് മോറൽ കോഡ്, മോറൽസ്, മൊറാലിറ്റി, മോറൽ പ്രിൻസിപ്പിൾസ്, മോറൽ വാല്യൂസ്, റൈറ്റ്സ്, റോങ്സ്. ഇപ്പം എത്തിക്സിന് പകരമായിട്ട് ഇത്തരം വേർഡ്സും നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസർച്ചിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് റിസർച്ച് എത്തിക്സ് കൊണ്ടുള്ള ഉദ്ദേശം. ദെൻ ഹോണസ്റ്റി ഈസ് termed to being truthful with recipients and participants and honest about the study results and research methods. അപ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് റിസർച്ച് എത്തിക്സിലേക്ക് വരുന്ന സമയത്ത് റിസർച്ച് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട നമ്മിൽ ഉണ്ടാകേണ്ട ചില ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് ഹോണസ്റ്റിയാണ്. വിശ്വസ്തത പാലിക്കണം. നാം നടത്തുന്ന റിസർച്ച് ടോപ്പിക്കിനോടും റിസർച്ചിൽ വിധേയരാകുന്ന ആളുകളോടും നമ്മുടെ റിസർച്ചിൻ്റെ റിസൾട്ട് ഇതിനോടെല്ലാം നമ്മളൊരു വിശ്വസ്തത കാണിക്കണം. അപ്പോൾ ഒരു സത്യസന്ധമായിട്ടായിരിക്കണം ചെയ്യേണ്ടതാ. അതിലെന്ത് കൂട്ടിച്ചേർക്കാൻ പാടില്ല, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല. സോ ബീങ് ട്രൂത്ത്ഫുൾ വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബോത്ത് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. അതേപോലെ റിസർച്ചിൽ പങ്കാളികളാകുന്ന മറ്റാളുകൾ ഉണ്ടാകും, അവരോടും വളരെയധികം സത്യസന്ധമായിട്ടായിരിക്കണം പെരുമാറേണ്ടത്. അപ്പോൾ അതാണ് റിസർച്ച് എത്തിക്സിൽ ഒന്നാമത്തത് ഹോണസ്റ്റി കേട്ടോ, ഹോണസ്റ്റി. രണ്ടാമത്തത് ഇൻറ്റിഗ്രിറ്റി. എന്താണ് ഇൻറ്റിഗ്രിറ്റി എന്ന് പറഞ്ഞാൽ? ഇൻറ്റിഗ്രേഷൻ കേട്ടിട്ടുണ്ടാവും, ഉദ്ഗ്രഥനം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ഇൻറ്റിഗ്രിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദിസ് മീൻസ് അഷ്യൂറിങ് സിൻസിയറിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ആൻഡ് കീപ്പിംഗ് പ്രോമിസസ് ആൻഡ് അഗ്രിമെന്റ്സ്. ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാകണം. സത്യസന്ധത, ആത്മാർത്ഥത, വാഗ്ദാനം പാലിക്കുക, ഉടമ്പടി പാലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് കൂടിയാണ്. നമ്മൾ സത്യസന്ധമായിട്ടും ആ ടോപ്പിക്കിൽ പഠനം നടത്തുമെന്ന ഒരു എഗ്രിമെന്റ് കൂടിയാണ്. അപ്പോൾ അതും കൃത്യമായിട്ടും പാലിക്കണം. മേക്ക് നോ ബ്രോക്കൺ പ്രോമിസസ്. കള്ളസത്യങ്ങൾ അല്ലേ, തെറ്റായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകാൻ പാടില്ല. ഓർ റൈസ് അൺറിയലിസ്റ്റിക് ഹോപ്സ്. യാഥാർത്ഥ്യ ബോധമില്ലാത്ത ഹോപ്സ്, പ്രതീക്ഷകളും നൽകാൻ പാടില്ല. അപ്പോൾ യാഥാർത്ഥ്യ ബോധമുള്ള കാര്യങ്ങൾ മാത്രമേ നൽകാൻ പാടുള്ളൂ. നാം ചെയ്യുന്ന ആ ഒരു റിസർച്ച് രീതിയോട് പൂർണ്ണമായിട്ടും സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കണം. ദെൻ മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഒബ്ജക്റ്റിവിറ്റി. എന്താണ് ഒബ്ജക്റ്റിവിറ്റി? വസ്തുനിഷ്ഠമായിരിക്കണം അല്ലേ, വസ്തുനിഷ്ഠമായിരിക്കണം. വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ നാം ഏത് വിഷയത്തിലാണോ റിസർച്ച് ചെയ്യുന്നത് അതിനെ വളരെ സത്യസന്ധമായിട്ട് നോക്കിക്കാണണം. പക്ഷാഭേദം, പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. സോ അറ്റംപ്റ്റിംഗ് ടു അവോയ്ഡ് ബയസ് ഇൻ എക്സ്പെരിമെന്റൽ ഡിസൈൻ, ഡാറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, ക്രിട്ടിക്കൽ അനാലിസിസ് ആൻഡ് അതർ ഡാറ്റ അനാലിസിക് ആസ്പെക്ട്സ്. അപ്പോൾ റിസർച്ചിൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ വിവരങ്ങൾ നമുക്ക് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്തും അതിനെ അവലോകനം ചെയ്യുന്ന സമയത്തും അപഗ്രഥനം ചെയ്യുന്ന സമയത്തും നമ്മളൊരു ഫൈൻഡിങ്ങിലേക്ക് എത്തിച്ചേരുന്ന സമയത്തെല്ലാം നമ്മൾ കൃത്യമായിട്ടും ഒരു വസ്തുനിഷ്ഠമായിട്ടായിരിക്കണം.
കാര്യങ്ങൾ എങ്ങനെയാണോ, വസ്തുനിഷ്ഠം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണണം. ഒരുപക്ഷെ നമ്മുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടായിരിക്കും ചില വിവരങ്ങൾ വരുന്നത്. അപ്പം അതിനെ അങ്ങനെ തന്നെ നമ്മൾ എടുക്കണം, വസ്തുനിഷ്ഠമായി തന്നെ എടുക്കണം, ഒരിക്കലും പേഴ്സണലി എടുക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? ദെൻ അടുത്തതാണ് ഇൻഫോംഡ് കൺസെന്റ്. ഇൻഫോംഡ് കൺസെന്റ് റിസർച്ചിൽ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ചില വ്യക്തികളെ നാം സമീപിക്കേണ്ടി വരും, അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില വ്യക്തികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ടി വരും. സോ ആ സമയത്ത് കൃത്യമായിട്ടും കൺസെന്റ് വേണം അല്ലെ. ഇൻഫോംഡ് കൺസെന്റ് ഹാപ്പൻസ് വെൻ എ പേഴ്സൺ ഈസ് പെർമിറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ സ്റ്റഡി ഇന്റൻഷനലി, voluntarily and sensibly. Informed consent is linked to the individual's personal independent right to participate in research, trying to inform the participant about the study objectives, their involvement, potential advantages, etc. അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ റിസർച്ചിൽ പങ്കാളിയാകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു റിസർച്ചിൽ പങ്കാളിയാകുന്ന സമയത്ത് നമുക്ക് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നുണ്ട്, റിസർച്ചിന്റെ ഭാഗമാകുന്നുണ്ട് എന്ന ഒരു സമ്മതം നമ്മുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ റിസർച്ചിൽ ഇടപെടുന്ന ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അപ്പോൾ when a person is permitted to participate in a study intentionally, voluntarily and sensibly, ഒരാൾ ഉദ്ദേശത്തോടുകൂടി സന്നദ്ധതയോടുകൂടി ഒരു റിസർച്ചിൽ പങ്കാളിയാകുന്നതിനാണ് ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ താല്പര്യത്തോടു കൂടി, അനുവാദത്തോടു കൂടി ആയിരിക്കണം നമ്മുടെ റിസർച്ചിൽ പങ്കാളികളാകേണ്ടത്. സോ ഇൻഫോംഡ് കൺസെന്റ് ഈസ് ലിങ്ക്ഡ് ടു ദ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ ഇൻഡിപെൻഡന്റ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റിസർച്ച്. അപ്പോൾ നമ്മുടെ ഗവേഷണത്തിൽ അയാൾക്ക് സ്വതന്ത്രമായിട്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവകാശമുണ്ട് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഒരാളെ നിർബന്ധിച്ചൊരു ഗവേഷണത്തിൻ്റെ ഭാഗമാക്കാൻ പാടില്ല. ഗവേഷണത്തിൻ്റെ ഭാഗമാകണോ ഇല്ലേ എന്നുള്ളത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇൻഫോംഡ് കൺസെന്റ് ഉണ്ടായിരിക്കണം. ഒരിക്കലും ഒരാളെ അൺഇൻറ്റൻഷനലി അല്ലെങ്കിൽ നിർബന്ധിച്ചുകൊണ്ട് റിസർച്ചിൻ്റെ ഭാഗമാക്കാൻ പാടില്ല. സോ ട്രൈങ് ടു ഇൻഫോം ദ പാർട്ടിസിപ്പൻറ്റ് അബൌട്ട് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നമ്മൾ ഒരു ഗവേഷണം നടക്കുന്ന സമയത്ത് അതിൽ മറ്റൊരാൾ ഭാഗമാകുന്നു എങ്കിൽ എന്താണ് നമ്മൾ ഗവേഷണം ചെയ്യുന്നത് എന്നും അതിൽ ദെയർ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ഭാഗം എന്താണ്, നമ്മുടെ ഗവേഷണത്തിൽ അവരുടെ ഭാഗം എന്താണ് എന്നും പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജസ്, അതുകൊണ്ടുണ്ടാകുന്ന റിസർച്ച് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നും കൃത്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. സെറ്റല്ലേ? അപ്പോൾ ഗവേഷണത്തിൽ പങ്കാളികളാകുന്ന ആളുകളുടെ കൺസെന്റ്, സമ്മതമുണ്ടായിരിക്കണം. Then beneficence refers to maximizing the respondents' benefits. അപ്പോൾ നമ്മുടെ റിസർച്ചിൽ പഠനവിധേയമാക്കുന്ന ചില ആളുകളുണ്ടാവും, അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കണം ഒരു റിസർച്ച് അല്ലേ, നമ്മുടെ ഗവേഷണം. അപ്പോൾ നമ്മൾ പോവർട്ടിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠനവിധേയമാക്കുന്ന ആളുകൾക്ക് അവരുടെ പോവർട്ടിയെ ഗവൺമെൻറ് തലത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധ്യതയുള്ള തരത്തിലുമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ പാർട്ടിസിപ്പൻസിന് ഒരു ബെനിഫിഷ്യൻസ് ഉണ്ടാകണം. റെസ്പോണ്ടൻസ് അല്ലേ, നമ്മൾ ആരിൽ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കുന്നത്, നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ ഒരാളുടെ അടുക്കൽ എത്തുന്നു, അപ്പോൾ അവർ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നു, അവരാണ് റെസ്പോണ്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കണം. സോ എ മോറലി അക്സെപ്റ്റബിൾ ഒബ്ലിഗേഷൻ ടു മാക്സിമൈസ് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് മിനിമൈസ് പോസിബിൾ ഹാം ടു പാർട്ടിസിപ്പൻസ്. അപ്പോൾ നമ്മുടെ ഗവേഷണത്തിൽ പങ്കാളികളാകുന്ന ആളുകൾക്ക് പരമാവധി പ്രയോജനം കിട്ടാനും അവർക്ക് അതേസമയം ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ റിസർച്ചിൽ അവർ ഭാഗമായി എന്ന് കരുതി അവർക്ക് പിന്നീട് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സോ ചിലപ്പോൾ നമ്മൾ ലഹരിയെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആളുകൾക്കിടയിലേക്ക് നമ്മൾ സർവേ നടത്തും. ദെൻ ആ ഒരു സർവേ അവർക്ക് അപകടമാകുന്ന രീതിയിൽ ഉണ്ടാകാൻ, ഭാവിയിൽ അങ്ങനെ ആയിത്തീരാൻ പാടില്ല. അവർക്ക് ഗുണമുണ്ടാകണം, പരമാവധി ഗുണമാണ് ഉണ്ടാകേണ്ടത്. ദെൻ പ്രൊട്ടക്റ്റിംഗ് ദ സബ്ജക്ട്സ്. ദെൻ നാം ഗവേഷണം നടത്തുന്ന ആ വിഷയം അതിനെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് മിനിമൈസിങ് ദ റിസർച്ച് റിസ്ക് ഓഫ് ഓർ ഹാം. നമ്മൾ ഗവേഷണം നടത്തുന്ന ആ ഒരു സബ്ജക്റ്റ് നശിച്ചു പോകാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് ഒരു പരിക്കുണ്ടാകാൻ പാടില്ല. പരമാവധി അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൈവസി ആൻഡ് ഓട്ടോണമി നീഡ് ടു ബി മെയിൻറ്റെയിൻഡ്. നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ്
അത് കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. അതിനകത്ത് സ്വാതന്ത്ര്യം ഉണ്ടാകണം അല്ലേ. നമ്മൾ റിസർച്ച് നടത്തി കഴിഞ്ഞ് അതൊരു ഫയലൊക്കെ ആക്കി വെക്കാറുണ്ട് അല്ലേ. അതിപ്പോൾ അങ്ങനെ ഫയൽ തന്നെ ആകണമെന്നില്ല. നമ്മൾ റിസർച്ച് നടത്തി കണ്ടെത്തുന്ന ആ ഒരു ഫൈൻഡിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫൈൻഡിങ്സ് ഭാവിയിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാകണം. അതെന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആളുകൾക്ക് ആകാൻ പാടില്ല. അതോടൊപ്പം അതിന് പ്രൈവസി ഉണ്ടാകണം, ഓട്ടോണമി, അതിനൊരു സ്വാതന്ത്ര്യവും ഉണ്ടാകണം. സെറ്റല്ലേ. ദെൻ റെസ്പോൺസിബിൾ പബ്ലിക്കേഷൻ, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അവ പ്രസിദ്ധീകരിക്കണം. നമ്മുടെ ഗവേഷണം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പബ്ലിഷ് ചെയ്യണം. അപ്പോൾ നല്ലൊരു ഗവേഷണം അത് വെറും 4 അല്ലെങ്കിൽ 2 ചട്ടകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ല. ഒരുപാട് ആളുകൾ അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെടണം. സോ ദ പബ്ലിക്കേഷൻസ് നീഡ് ടു ബി ദ റെസ്പോൺസിബിൾ വൺ. അപ്പോൾ ഉത്തരവാദിത്തമുള്ള പബ്ലിക്കേഷൻ ആയിരിക്കണം. വേർ ദെയർ വിൽ ബി നോ ഡ്യൂപ്ലിക്കേഷൻസ് ഓർ പ്ലഗറിസം. അപ്പോൾ ഉത്തരവാദിത്തമുള്ള പബ്ലിക്കേഷൻ ആണ് നമ്മൾ പുറത്തിറക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഗവേഷണ പ്രസിദ്ധീകരണത്തിൽ എന്തുണ്ടാകാൻ പാടില്ല, കോപ്പി ഉണ്ടാകാൻ പാടില്ല. ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്ലാഗറിസം എന്ന് പറയുമ്പോൾ ആശയമോഷണത്തിനെയാണ് നമ്മൾ പ്ലാഗറിസം എന്ന് പറയുന്നത്. പ്ലാഗറിസം ഒന്നും ഉണ്ടാകാൻ പാടില്ല. The submitted research should not be presented or published earlier anywhere. നമ്മൾ ഒരു സ്ഥലത്ത് പ്രസിദ്ധീകരിക്കുന്ന സാധനം മുന്നേ മറ്റൊരു സ്ഥലത്ത് പ്രസിദ്ധീകരിച്ചതാകാൻ പാടില്ല. അത് നമ്മൾ കാണിക്കേണ്ട എത്തിക്സ് ആണ്. നമ്മൾ ഒരു പബ്ലിക്കേഷനിൽ അത് പ്രസന്റ് ചെയ്യുന്നു, അതേസമയം തന്നെ വേറൊരു സ്ഥലത്തും കൊണ്ട് പബ്ലിഷ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു റിസർച്ച് മെറ്റീരിയലിൽ പ്ലാഗറിസം ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ മുൻപ് പ്രസിദ്ധീകരിച്ചതാകാനും പാടില്ല. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി, രഹസ്യ സ്വഭാവം ഉണ്ടാകണം. ഗവേഷണത്തിന് ആവശ്യമാകുന്ന ഭാഗങ്ങളിൽ, ആവശ്യമാകുന്ന സ്ഥലങ്ങളിൽ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാകണം. എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ? കീപ്പിംഗ് കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ ആൻഡ് പേഴ്സണൽ റെക്കോർഡ്സ് പ്രൊട്ടക്റ്റഡ്. നമ്മുടെ ഗവേഷണത്തിൽ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളുണ്ട് എങ്കിൽ, അതേപോലെ ചില വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ എന്തായാലും കോൺഫിഡൻ്റ് ആയിട്ട് വെക്കേണ്ടി വരും അല്ലേ. നമ്മുടെ ഗവേഷണത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വ്യക്തി വിവരങ്ങൾ നമ്മൾ ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. അപ്പോൾ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളും അതിൽ പാർട്ടിസിപ്പൻ്റ് ആകുന്ന ആളുകളുടെ വ്യക്തി വിവരങ്ങളും നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. സോ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷനിൽ എന്താണ് ഉണ്ടാകുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫോർമേഷൻ സച്ച് ആസ് ദ റിസർച്ചേഴ്സ് ഇനിഷ്യേഷൻ ആൻഡ് ഗോൾ. നമ്മുടെ ഗവേഷകന്റെ ഉദ്ദേശവും ലക്ഷ്യവും. ദ ഡിസ്കഷൻസ് ഗോൾ, ഗവേഷണത്തിൽ ചർച്ചകൾ നടക്കുമല്ലോ, അപ്പോൾ ഈ ചർച്ചകളുടെ ലക്ഷ്യം. ദ റിസർച്ച് പ്രൊസീജിയർ, റിസർച്ചിൻ്റെ ആ പ്രൊസീജിയർ. ദ റിസർച്ച് എക്സ്പെക്റ്റഡ് ബെനിഫിറ്റ്സ് ആൻഡ് ഡ്രോബാക്സ്, നമ്മുടെ റിസർച്ചിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പോരായ്മകളും. യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റഡീസ്, നമ്മുടെ ഗവേഷണത്തിൻ്റെ പഠനങ്ങൾ, ഗവേഷണ പഠനത്തിൻ്റെ ഉപയോഗങ്ങൾ കേട്ടോ, ഗവേഷണ പഠനത്തിൻ്റെ ഉപയോഗങ്ങൾ. ആൻഡ് ദെയർ ഫങ്ഷൻ ഇൻ ഇൻവെസ്റ്റിഗേഷൻ, ഈ ഗവേഷണ പഠനം നമുക്ക് അന്വേഷണങ്ങളിൽ എന്തൊക്കെ ചുമതലകൾ വഹിച്ചു അത്. ദ എബിലിറ്റി ടു റെഫ്യൂസ് ഓർ വിത്ഡ്രോ, നമുക്ക് നിരസിക്കാനും അതേപോലെ പിൻവാങ്ങാനുമുള്ള കഴിവ്. മെത്തേഡ്സ് ദാറ്റ് വിൽ ബി യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദ യൂസേഴ്സ് അനോണിമിറ്റി ആൻഡ് പ്രൈവസി, ആളുകളുടെ അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അയാളെ അൺനോൺ ആക്കുക, അയാളുടെ പേര് പറയാതിരിക്കുക, അയാളുടെ വിവരങ്ങൾ പുറത്ത് പറയാതിരിക്കുക, അയാളുടെ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ പ്രൈവസി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് ഒരു കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു റിസർച്ച് ഇൻഫോർമേഷനിൽ റിസർച്ചിൻ്റെ ഗോള്, മറ്റു കാര്യങ്ങളുണ്ടാകും, ഡിസ്കഷൻ ഗോൾ ഉണ്ടാകും, റിസർച്ച് പ്രൊസീജിയർ ഉണ്ടാകും. അപ്പോൾ ഇതിൽ നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കണം. ചിലത് നമുക്ക് റിസർച്ചിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് തുറന്നു പറയാൻ കഴിയില്ല. നമ്മുടെ ഗവേഷണത്തിൻ്റെ സ്വഭാവം പോലെ ഇരിക്കും. എല്ലാ ഗവേഷണത്തിലും അങ്ങനെ അല്ല. അപ്പോൾ അങ്ങനെ തുറന്നു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മറച്ചു വെക്കണം. അഥവാ അതിൽ രാജ്യത്തിൻ്റെ സുരക്ഷ, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന മേഖലയിലെ ഒരു സുരക്ഷ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊന്നും ഗവേഷണ ലക്ഷ്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഒരിക്കലും പുറത്തുവിടില്ല. അപ്പോൾ ആ ഒരു സ്വഭാവം ഉള്ളതാണെങ്കിൽ പുറത്തുവിടാൻ പാടില്ല. പിന്നെ നമ്മുടെ ഗവേഷണത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അതാണ് അവസാനം പറഞ്ഞത്, അതെന്തായാലും പുറത്തുവിടാൻ കഴിയില്ല കേട്ടോ. നമ്മുടെ ഗവേഷണത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ
വ്യക്തി വിവരങ്ങൾ, അവരുടെ പ്രൈവസി എപ്പോഴും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. സെറ്റല്ലേ? ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഗവേഷണത്തിന്റെ ലക്ഷ്യങ്ങളും മറ്റു കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഘട്ടത്തിൽ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഓരോ ഗവേഷണത്തിന്റെയും സ്വഭാവം പോലിരിക്കും. സെറ്റല്ലേ? സോ ഗവേഷണത്തിൽ രഹസ്യ സ്വഭാവം ഉണ്ടാകണം. കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ദെൻ അടുത്ത പ്രിൻസിപ്പിളാണ് നോൺ ഡിസ്ക്രിമിനേഷൻ. വേർതിരിവ് കാണിക്കാൻ പാടില്ല. നമ്മുടെ ഗവേഷണത്തിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. അവോയ്ഡ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ഏജ്, കാസ്റ്റ്, സെക്സ്, റിലീജിയൻ, റേസ്, എത്നിസിറ്റി. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരാളുടെ പ്രായം, അയാളുടെ വർഗം, അയാളുടെ ജാതി, അയാളുടെ ലിംഗം, അയാളുടെ മതം, അയാളുടെ വംശം എന്നിവയുടെ മേലുള്ള വേർതിരിവൊന്നും കാണാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഒരു തരത്തിലുള്ള വ്യക്തി വൈജാത്യങ്ങളെ, ഡിസ്ക്രിമിനേഷനെ അല്ലെങ്കിൽ ആ ഒരു ഡൈവേഴ്സിറ്റിയെ അനുസരിച്ച് നമ്മൾ അവരെ വേർതിരിക്കാൻ പാടില്ല. എല്ലാവരെയും ഒരു പാർട്ടിസിപ്പൻറ്റ് എന്ന നിലയിൽ തുല്യമായിട്ട് തന്നെ കാണണം. സോ എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ ആൻഡ് ദേ ഷുഡ് നോട്ട് ബി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. അപ്പോൾ നമ്മുടെ ഗവേഷണത്തിന്റെ ഭാഗമാകുന്ന ആളുകളെ, അഥവാ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാനും അല്ലെങ്കിൽ പരീക്ഷണം നടത്താനും തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടിസിപ്പൻറ്റ്, അവരെ നമ്മൾ തുല്യമായിട്ടായിരിക്കണം പരിഗണിക്കേണ്ടതാണ്. സെറ്റല്ലേ? ദെൻ ഓപ്പൺനെസ്. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണം. ഒരു ഗവേഷകൻ ആ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫീഡ്ബാക്ക്, കമൻറ്റ്, സജഷൻ ഇതെല്ലാം വാങ്ങാൻ. ഇപ്പോൾ ഒരു റിസർച്ചിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കില്ല കിട്ടുക. അപ്പോൾ ഏത് ഫീഡ്ബാക്ക് കിട്ടിയാലും അത് വാങ്ങാൻ, അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അതാണ് ഓപ്പൺനെസ്. The researchers should be open to getting feedback. ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ, കമൻറ്റ് സ്വീകരിക്കാൻ, സജഷൻ സ്വീകരിക്കാനെല്ലാം ഒരു ഗവേഷകൻ റെഡി ആയിട്ടിരിക്കണം. ദെൻ കെയർഫുൾനെസ് ആൻഡ് റെസ്പെക്ട് ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. വളരെ ശ്രദ്ധാപൂർവം അതോടൊപ്പം തന്നെ വളരെ ബഹുമാനത്തോടെയാണ് ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ കാണേണ്ടത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ കാർ, ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവാണ്. ഇപ്പോൾ പുസ്തകത്തിലുള്ള വിവരങ്ങൾ അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അല്ലെങ്കിൽ ഒരു USB-യിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഡാറ്റാസ് അത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് നശിപ്പിക്കാൻ പാടില്ല, അത് കോപ്പി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഉണ്ടാക്കാൻ പാടില്ല. സോ ബി കോഷ്യസ് ഓഫ് പൊട്ടൻഷ്യൽ എറേഴ്സ് ആൻഡ് ബയാസസ്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. റിസർച്ചിലൂടെ നമ്മൾ ഇനി അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതും ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ആ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഒരു കാരണവശാലും നമ്മുടെ ഒരു ബയാസ്, ഒരു പക്ഷാഭേദം അല്ലെങ്കിൽ ഒരു പിഴവ് അതിലുണ്ടാകാൻ പാടില്ല. ദെൻ ഗീവ് ക്രെഡിറ്റ് ടു അതേഴ്സ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇപ്പൊ മറ്റൊരാളുടെ ഗവേഷണത്തെ അല്ലെങ്കിൽ അയാളുടെ പുസ്തകത്തെ അല്ലെങ്കിൽ അയാളുടെ ഫൈൻഡിങ്സ് ജേർണൽ ഉപയോഗിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ കൃത്യമായിട്ടും അവിടെ ക്രെഡിറ്റ്സ് കൊടുക്കണം. അല്ലെ, നമ്മൾ അവിടെ എഴുതി ചേർക്കാറുണ്ട്, ഇന്ന പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെന്ന് എഴുതി ചേർക്കാറുണ്ട്. അപ്പൊ കൃത്യമായിട്ടും അവർക്ക് ക്രെഡിറ്റ്സ് കൊടുക്കണം. Then when referring to someone else's article or writings, always paraphrase. Don't ever plagiarize. ഇനി ഒരാളുടെ റൈറ്റിംഗ് ആർട്ടിക്കിളൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് വായിച്ച് അതിലെ ആശയം മനസ്സിലാക്കി നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യണം. അല്ലാതെ അതേപോലെ മോഷ്ടിച്ച് വെക്കരുത്. മനസ്സിലായോ? അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. അത് വായിച്ചിട്ടോ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ അഭിപ്രായമാണ് നമ്മുടെ റിസർച്ചിൽ വരേണ്ടത്, അല്ലാതെ മറ്റൊരാളുടെ അഭിപ്രായം അല്ല നമ്മൾ നമ്മുടെ റിസർച്ചിൽ കൊണ്ടുവരേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്ലാഗറിസം പാടില്ല, ആശയമോഷണം പാടില്ല. ദെൻ ജസ്റ്റിസ്, നീതിയുക്തമായിരിക്കണം. ദിസ് റെഫേഴ്സ് ടു ഇക്വാലിറ്റി എമംഗ് ഓൾ ദ റെസ്പോണ്ടൻസ് ആൻഡ് പാർട്ടിസിപ്പൻസ്. നോ റെസ്പോണ്ടൻസ് ഷുഡ് ബി ഗിവൻ പാർഷ്വാലിറ്റി ഫോർ ദ പ്രൊവൈഡിങ് ദ റെസ്പോൺസ്. എവ്രിവൺ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവേഷണത്തിന് ഭാഗമാകാൻ നമ്മൾ സെലക്ട് ചെയ്ത ആളുകൾ, അവർക്ക് നാം കൊടുക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കാനുള്ള അവകാശം തുല്യമായിട്ടുണ്ട്. അപ്പം ചില ആളുകളോട് നമ്മൾ കൂടുതൽ സ്വതന്ത്രമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള
അവസരം കൊടുക്കുന്നു, ചില ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, തടയുന്നു. അത് പാടില്ല. റിസർച്ചിൽ ഭാഗമാകുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ഒരുക്കണം. സെറ്റല്ലേ? ഇതാണ് പ്രധാനപ്പെട്ട റിസർച്ച് എത്തിക്സ് എന്ന് പറയുന്നത് കേട്ടോ. പ്രധാനപ്പെട്ട റിസർച്ച് എത്തിക്സ് നമ്മൾ ഈ നോക്കിയവയാണ്. ഇനി റിസർച്ച് എത്തിക്സിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ റിസർച്ച് എത്തിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഓപ്ഷൻസിൽ കണ്ടാൽ തന്നെ ഇത് റിസർച്ച് എത്തിക്സ് ആണ്, ഇത് റിസർച്ച് എത്തിക്സ് അല്ല എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സാധനമാണ് അല്ലേ? നിങ്ങൾക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. സോ റിസർച്ച് എത്തിക്സ് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. അപ്പം അഡ്വാൻറ്റേജസ് നമുക്ക് എന്തായാലും മനസ്സിലാവും. ഡിസ്അഡ്വാൻറ്റേജസ് ആണ് കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും നമുക്ക് അഡ്വാൻറ്റേജസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദ ഗോൾസ് ഓഫ് ദ റിസർച്ച് ആർ എൻകറേജ്ഡ് ബൈ റിസർച്ച് എത്തിക്സ്. ഒന്നാമത്തെ നേട്ടം, നമ്മുടെ ഗവേഷണത്തിന്റെ ലക്ഷ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കും റിസർച്ച് എത്തിക്സ്. കൃത്യമായിട്ടും റിസർച്ച് എത്തിക്സ് ഉണ്ട് എങ്കിൽ നമ്മുടെ ഗവേഷണത്തിന്റെ ലക്ഷ്യം നല്ലൊരു ലക്ഷ്യമായിരിക്കും, അതിനെ പരമാവധി മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. Then it builds trust between both the researcher and the respondent. ഗവേഷകരും ഗവേഷണത്തിന് വിധേയമാകുന്ന റെസ്പോണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സമീപിക്കുന്ന ആളുകളാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അവരുടെ റെസ്പോൺസിൽ നിന്നാണ് കിട്ടുന്നത്, അവരാണ് റെസ്പോണ്ടന്റ്. അപ്പോൾ ഒരു റിസർച്ചറും റെസ്പോണ്ടന്റും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്ന വിവരങ്ങൾ കൊണ്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാകില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെടും. ഉപദ്രവം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഗുണമേ ചെയ്യൂ എന്ന് അയാൾക്ക് ഒരു ചിന്തയുണ്ടാകും. സെറ്റല്ലേ? Then the safeguard study participants' dignity, rights and well-being. It is critical to follow ethical principle. ഇത് ഒറ്റ സെന്റൻസ് ആണ്. To safeguard study participants' dignity, rights and well-being. It is critical to follow ethical principle. അപ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻറ്റിൻ്റെ ഡിഗ്നിറ്റി, അയാൾക്ക് ഉള്ള ഒരു ആത്മാഭിമാനം, അവകാശം, അയാളുടെ നന്മ, ഇതെല്ലാം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം അല്ലെ? ഒരു റിസർച്ചിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ആത്മാഭിമാനമുണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് കൃത്യമായിട്ടും അറിയണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായിരിക്കണം? റിസർച്ച് എത്തിക്സിനെ കുറിച്ച് മനസ്സിലായിരിക്കണം. അപ്പോൾ റിസർച്ച് എത്തിക്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ പാർട്ടിസിപ്പൻറ്റിന്റെ അവകാശങ്ങളെ ഉറപ്പിക്കാൻ സഹായിക്കുന്നു. Then for their behavior, scientists can be made responsible and answerable. Then ഇത്തരം റെസ്പോണ്ടന്റുകളുടെ സ്വഭാവം, അപ്പൊ അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അത് പ്രതികൂലമായാൽ, നമ്മുടെ റിസർച്ചിന് വിധേയമാകുന്ന ആളുകൾക്ക് പിൽക്കാലത്ത് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ റിസർച്ച് കാരണമായിട്ട് വരികയാണെങ്കിൽ ആ റിസർച്ച് നടത്തിയിട്ടുള്ള ആളുകൾ റെസ്പോൺസിബിൾ ആൻഡ് ആൻസറബിൾ, ഉത്തരവാദിയാണ്. അപ്പോൾ നമ്മുടെ ഗവേഷണത്തിൽ പങ്കെടുത്തത് കാരണമായിട്ട് അയാൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഹാം ഉണ്ടായാൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദി ആ ഒരു ഗവേഷകൻ അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രജ്ഞനാണ്. Then ethics encourages the development of social and moral values. സാമൂഹിക ധാർമ്മിക മൂല്യങ്ങളെ വികസിപ്പിക്കുന്നതിന് എത്തിക്സ് സഹായിക്കുന്നു. അപ്പോൾ സാമൂഹിക മൂല്യങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ, ശരി തെറ്റുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് റിസർച്ച് എത്തിക്സ് സഹായിക്കുന്നു. Then promotes objectives such as ability to comprehend, interpret and error avoidance. നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമുക്ക് ഒരു വിഷയത്തെ കൃത്യമായിട്ടും അവലോകനം ചെയ്യാനും നമ്മുടെ നല്ല ഗുണങ്ങൾ, ആത്മാർത്ഥത, സത്യസന്ധത എന്നിവ കൃത്യമായിട്ടും പാലിക്കുവാനും പരമാവധി തെറ്റുകൾ ഒഴിവാക്കാനും റിസർച്ച് എത്തിക്സ് നമ്മളെ പ്രേരിപ്പിക്കുന്നു അല്ലെ? നമുക്ക് കൃത്യമായിട്ടും ഒരു റിസർച്ച് എത്തിക്സ് ഉണ്ട് എങ്കിൽ നമ്മൾ നടത്തുന്ന ഗവേഷണം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതിൽ പരമാവധി തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു റിസർച്ച് ഗുണമേന്മയുള്ളതാക്കി മാറ്റാൻ റിസർച്ച് എത്തിക്സ് സഹായിക്കുന്നു. സെറ്റല്ലേ? Then ethical benchmarks uphold values essential to collaborative work such as belief, accountability, mutual respectful and objectivity. മാത്രമല്ല ഈ റിസർച്ച് എത്തിക്സ് കാരണം ഗവേഷണം ഒരു കൂട്ടമായിട്ടുള്ള പ്രവർത്തനമാണ്. ഗവേഷണം നടത്തുന്ന ഒരാളെ ഉണ്ടാവുകയുള്ളൂ, ചിലപ്പോൾ ഗവേഷകൻ ഒരാളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അയാൾ ഗവേഷണം നടത്തുമ്പോൾ
അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് ഒരുപാട് ആളുകളിലാണ്. ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് അയാൾ വിവരം ശേഖരിക്കുന്നതും ഒരുപാട് ആളുകളിൽ നിന്നാണ്. അപ്പോൾ അതൊരു സോഷ്യൽ പ്രോസസ്സാണ്, ഒരു കൊളാബറേറ്റീവ് വർക്കാണ്. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് വർക്ക് എന്ന നിലയിൽ പരസ്പര വിശ്വാസം, സത്യസന്ധത, ഉത്തരവാദിത്വം, അല്ലെ, അക്കൗണ്ടബിലിറ്റി, റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റിന്റെ അവകാശത്തെ സംരക്ഷിക്കേണ്ടത് റിസർച്ചറാണ്. അപ്പൊ റിസർച്ചർ ഉത്തരവാദിയാണ്. ഗവേഷണത്തിൽ ഉണ്ടാകുന്ന പിഴവുകൾക്ക് റിസർച്ചർ ഉത്തരവാദിയാണ്. അതേപോലെ പരസ്പര ബഹുമാനം, ദെൻ വസ്തുനിഷ്ഠമായി കാണുക, വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഗവേഷണത്തെ വസ്തുനിഷ്ഠമായി, ഏത് ടോപ്പിക്കിലാണോ ഗവേഷണം ചെയ്യുന്നത് ആ ടോപ്പിക്കായി തന്നെ കാണുക. വ്യക്തി താല്പര്യങ്ങൾ മാറ്റി നിർത്താനെല്ലാം ഈ ഒരു റിസർച്ച് എത്തിക്സ് സഹായിക്കും. സെറ്റല്ലേ? അപ്പോൾ റിസർച്ച് എത്തിക്സ് പലതരത്തിൽ നമ്മളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സഹായിക്കുക മാത്രമല്ല, റിസർച്ച് എത്തിക്സിന് ചില പോരായ്മകൾ കൂടിയുണ്ട്. അതുകൂടി നമുക്ക് നോക്കണം. സോ റിസർച്ച് എത്തിക്സിലെ ലിമിറ്റേഷൻസ് ഓഫ് ദി റിസർച്ച് എത്തിക്സ്, റിസർച്ച് എത്തിക്സിൽ ഉണ്ടാകുന്ന പോരായ്മകളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കുവാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, സൈക്കോളജിക്കൽ റിസ്ക്. മനഃശാസ്ത്രപരമായിട്ടുള്ള ചില റിസ്ക് എലമെന്റ് ഇതിനകത്തുണ്ട്. The questionnaire given to the respondents should create a change in the behavior of the participants. സോ നമ്മൾ റെസ്പോണ്ടന്റിന് വേണ്ടി കൊടുക്കുന്ന ക്വസ്റ്റ്യനെയർ ഒരു പക്ഷേ അവരുടെ സ്വഭാവത്തെ മാറ്റം വരുത്തിയേക്കാം. കേട്ടോ, റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവേഷണങ്ങൾക്ക് വേണ്ടി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആളുകളാണ് റെസ്പോണ്ടന്റ്. അവരുടെ റെസ്പോൺസ് അനുസരിച്ച് പാർട്ടിസിപ്പന്റിൽ വ്യത്യാസം ഉണ്ടാകാം. പാർട്ടിസിപ്പന്റ് എന്ന് പറയുമ്പോൾ റെസ്പോണ്ടന്റും ഉൾപ്പെടും, പിന്നെ ഗവേഷണത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും പാർട്ടിസിപ്പന്റ് ആണ്. ഒരു ഗവേഷണത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം പാർട്ടിസിപ്പന്റ് ആണ്. സോ നമുക്ക് പല ആളുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകാം. മനസ്സിലായോ? അത് നല്ല രീതിയിലോ മോശമായിട്ടുള്ള രീതിയിലോ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാകാം. അപ്പോൾ ഒരു ഗവേഷണത്തിൻ്റെ വിവരങ്ങൾ അനുസരിച്ച് അതിൽ പങ്കാളികളാകുന്ന ആളുകളിൽ മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് എല്ലായ്പ്പോഴും നല്ല മാറ്റങ്ങൾ ആകണമെന്നില്ല. അതൊരു ലിമിറ്റേഷനാണ്. ദെൻ സോഷ്യൽ, ലീഗൽ ആൻഡ് എക്കണോമിക് റിസ്ക്. സൈക്കോളജിക്കൽ മാത്രമല്ല, സാമൂഹികവും നിയമപരവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, റെസ്പോണ്ടൻസ് മേ ഫേസ് ഡിസിഷൻ ആൻഡ് സ്റ്റിഗ്മ ഇഫ് പേഴ്സണൽ ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഡ്യൂറിംഗ് റിസർച്ച് ഈസ് ആക്സിഡന്റലി റിലീസ്ഡ്. ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ വിവരങ്ങൾ, ഗവേഷണത്തിലൂടെ കളക്ട് ചെയ്ത വിവരങ്ങൾ എങ്ങനെയോ റിലീസായി, പുറത്തായി. അത് കാരണമായിട്ട് അവർക്ക് ചില പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകും, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു സാമ്പത്തിക, സാമൂഹിക, നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ റിസർച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. Then certain ethnic or indigenous group may experience discrimination or stigma during to research. അപ്പോൾ നമ്മൾ റിസർച്ച് എത്തിക്സ് ഒക്കെ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി നടത്തുന്നതാണ്. റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. പക്ഷെ എത്ര ശ്രമിച്ചാലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലെ? വേർതിരിവ് ചില ഗ്രൂപ്പുകൾക്ക് ചിലപ്പോൾ ഡിസ്ക്രിമിനേഷൻ നേരിട്ടു എന്ന് വരാം. എസ്പെഷ്യലി മെമ്പേഴ്സ് ഓഫ് ദോസ് ഗ്രൂപ്പ്സ് ആർ ഐഡന്റിഫൈഡ് ആസ് ഹാവ് എ ഹയർ ദാൻ യൂഷ്വൽ റിസ്ക് ഓഫ് ക്യാച്ചിങ് എ സ്പെസിഫിക് ഡിസീസ്. പ്രത്യേകിച്ച് ചില തരത്തിലുള്ള ആളുകൾക്ക് അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള അസുഖബാധിതരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ചില പ്രത്യേക തരത്തിലുള്ള റിസ്ക് കൂടുതലുള്ള ആളുകൾ, അവരെയൊക്കെ വേർതിരിച്ച് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വേർതിരിവ് മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വംശത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളുടെ പേരിലോ ഒരു വേർതിരിവുണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ 3 കാര്യങ്ങളും മറികടക്കാൻ വേണ്ടിയാണ് റിസർച്ച് എത്തിക്സ് പരമാവധി ശ്രമിക്കേണ്ടത്. പക്ഷേ ഇവകൾ പലപ്പോഴും റിസർച്ച് എത്തിക്സിൽ വന്ന് ചേരാറുണ്ട്. കേട്ടോ, സെറ്റല്ലേ? അപ്പോൾ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജ്. അപ്പോൾ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. റിസർച്ച് എത്തിക്സ് അതിന് മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, എങ്കിലും പലപ്പോഴും പരാജയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. സെറ്റല്ലേ? ഇനി റിസർച്ച് എത്തിക്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എത്തിക്സ്. ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന്
ഒരു ആകത്തുക പറയുന്നതാണ്. നമ്മൾ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞതുപോലെ എണ്ണി പറയാൻ പറ്റുന്ന സാധനമൊന്നുമില്ല റിസർച്ച് എത്തിക്സിലെ സ്റ്റെപ്പ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് 1 by 1 ആദ്യം ഇത് ഇങ്ങനെ 1 by 1 ആയിട്ട് ക്രമം അനുസരിച്ച് നോക്കുന്നതൊന്നുമല്ല. നമ്മുടെ റിസർച്ചിൽ ഏതൊക്കെയാണോ പാലിക്കേണ്ടത് അതെല്ലാം ഇതിൽ നിന്നും കളക്ട് ചെയ്ത് ഇതിൽ നിന്നും പിക്ക് ചെയ്ത് നമ്മൾ പാലിക്കണം, അത്രയേ ഉള്ളൂ. കളക്ട് ഫാക്ട്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഫ്രീലി. വസ്തുതകൾ കൃത്യമായിട്ടും ശേഖരിക്കുകയും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വളരെ സ്വതന്ത്രമായി വിശദീകരിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യുന്നു, ദെൻ നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി വളരെ ഫ്രീ ആയിട്ട് നമ്മൾ വിശദീകരിക്കുന്നു. അതിലെന്ത് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഒരു പരിധി വെക്കൽ വരാൻ പാടില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് പറയുക, സ്വതന്ത്രമായിട്ട് ആരെയും ഭയക്കാതെ പറയുക. ദെൻ ഔട്ട്ലൈൻ ദ മോറൽ കൺസിഡറേഷൻ. നമ്മുടെ ഗവേഷണത്തിൽ നമ്മൾ പാലിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ചില പരിഗണനകൾ ഉണ്ട്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മുന്നിൽ കാണുക. ഇപ്പോൾ നമ്മൾ ട്രൈബൽ ഏരിയയിലെ ആളുകളെ കുറിച്ചാണ് ഗവേഷണം നടത്തുന്നത് എങ്കിൽ അവരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത്തരം മേഖലകളിൽ നാം കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, മലിനീകരണം ഉണ്ടാകാൻ, അവിടുത്തെ വസ്തുക്കൾ നശിക്കാൻ കാരണമാകരുത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ദെൻ അവരുടെ വ്യക്തി വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല. അപ്പം മോറൽ കൺസിഡറേഷൻസ് ഉണ്ടാകണം. ദെൻ അസേർട്ടൻ ഹൂ ഈസ് അഫക്റ്റഡ്. അപ്പോൾ നമ്മുടെ ഗവേഷണത്തിൻ്റെ ഭാഗവാക്കാകുന്ന ആളുകളിൽ ആരെയൊക്കെ ഈ ഒരു ഗവേഷണം ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദെൻ എസ്റ്റാബ്ലിഷ് ദ 4 ഫീച്ചേഴ്സ്. ഇനി ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. 4 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പെനാൽറ്റിയൊക്കെയാണ്. ചിലപ്പോൾ റിസർച്ചിൽ എന്തെങ്കിലും അപാകതകളുണ്ട് എങ്കിൽ നമ്മൾ അതിന് ഉത്തരവാദികളാകും. സോ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് എങ്കിൽ എൻ്റെ റെപ്യൂട്ടേഷൻ നഷ്ടമാകും, ഒരു ഗവേഷകൻ എന്ന നിലയിൽ എൻ്റെ റെപ്യൂട്ടേഷൻ നഷ്ടമാകും, ഞാൻ ചിലപ്പോൾ അതിന് പിഴ കൊടുക്കാനും ബാധ്യസ്ഥനാകും. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. സെറ്റൽ, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഒരു പക്ഷേ എന്തെങ്കിലും കൈപ്പിഴ വന്നു പോയാൽ ആ ഒരു പിഴ കൊടുക്കാൻ താൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് മുൻകൂട്ടി തന്നെ മനസ്സിലാക്കി വെക്കുക. റെക്കഗ്നൈസ് യുവർ ഒബ്ലിഗേഷൻസ്. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന എൻ്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കുക. കൺസിഡർ യുവർ സ്റ്റൈൽ ആൻഡ് ഹോണസ്റ്റി. എൻ്റെ റിസർച്ച് രീതിയും സത്യസന്ധതയും കൺസിഡർ ചെയ്യുക. കോൺസ്റ്റന്റ്ലി ഇന്നോവേറ്റ് അബൌട്ട് പോസിബിൾ ആക്ഷൻസ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെ വളരെ പുതുമയോടുകൂടി ആവിഷ്കരിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റൊരാളെ കോപ്പി ചെയ്തുണ്ടാകാൻ പാടില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പുതുമയോടുകൂടി ചെയ്യുക. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി മസ്റ്റ് ബി റെസ്പെക്റ്റഡ്. നമ്മുടെ റെസ്പോണ്ടന്റുകളുടെ അതേപോലെ തന്നെ പാർട്ടിസിപ്പൻറ്റിൻ്റെയൊക്കെ അവരുടെ വ്യക്തി വിവരങ്ങൾ, പ്രൈവസിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം. അതൊരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. ഡിറ്റർമിൻ ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എത്തിക്കൽ ആക്ഷൻ ആൻഡ് ബി പ്രിപ്പയർഡ് ടു ഡീൽ വിത്ത് ഒപ്പോസിംഗ് വ്യൂ പോയിന്റ്സ്. അപ്പോൾ കൃത്യമായിട്ടും ആവശ്യമായിട്ടുള്ള ഒരു എത്തിക്കൽ ആക്ഷൻ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതേപോലെ നമ്മുടെ എതിരെ വരുന്ന വ്യൂ പോയിന്റ്സുകളെയെല്ലാം വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗവേഷണത്തിൻ്റെ എതിരായിട്ടുള്ള കുറേ വീക്ഷണങ്ങൾ എന്തായാലും ഉണ്ടാകും. അത്തരം വീക്ഷണങ്ങളെ വളരെ മാന്യമായിട്ട് തന്നെ ഡീൽ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് റിസർച്ച് എത്തിക്സിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, ഇത് കൃത്യമായിട്ട് 1, 2, 3 എന്നെണ്ണി പറയുന്ന സ്റ്റെപ്സ് അല്ല. ഇതിലോ നമ്മുടെ റിസർച്ചിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പാലിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. സെറ്റ് അല്ലേ? അപ്പോൾ ഇതെല്ലാം റിസർച്ചിൻ്റെ മര്യാദകളിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യമുണ്ട്, എന്താണ് റിസർച്ചിലെ അപമര്യാദകൾ? അപ്പോൾ ചില റിസർച്ച് മിസ്കോണ്ടക്ട്സ്, റിസർച്ചിൽ ഉണ്ടാകുന്ന ചില മര്യാദ കേടുകൾ അല്ലെ അപമര്യാദകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഫാബ്രിക്കേഷൻ. ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനാണ് ഫാബ്രിക്കേഷൻ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. തെറ്റായിട്ടുള്ള വിവരങ്ങൾ ചേർക്കാൻ പാടില്ല. ദിസ് റെഫേഴ്സ് ടു ക്രിയേറ്റിംഗ് എ ഫേക്ക് ഡേറ്റ ഫോർ ഗെറ്റിംഗ് ദ അഡ്യൂക്കേറ്റ് റിസൾട്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാൻ വേണ്ടി തെറ്റായിട്ടുള്ള വിവരങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഡാറ്റാസ് കിട്ടിയില്ല, അപ്പോൾ തെറ്റായിട്ടുള്ള ഡാറ്റാസ് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നതിനാണ് ഫാബ്രിക്കേഷൻ. അത് ചെയ്യാൻ പാടില്ല. ദ ഡാറ്റ കളക്റ്റഡ് ഷുഡ് ബി ഫ്രം ജെന്യൂൻ സോഴ്സസ് ആൻഡ് ദ റെസ്പോണ്ടൻസ് ഷുഡ് ബി അഗ്രീഡ് ടു പ്രൊവൈഡ് ദ റെസ്പോൺസസ്. അപ്പോൾ നമ്മൾ വളരെ
സത്യസന്ധമായിട്ടുള്ള സോഴ്സിൽ നിന്നായിരിക്കണം വിവരങ്ങൾ ശേഖരിക്കുന്നത്. ദെൻ നമ്മുടെ റെസ്പോണ്ടന്റ് വിവരങ്ങൾ നൽകാൻ തയ്യാറായിരിക്കണം, അവരുടെ കൺസെൻറ്റഡ് ആകണം, അവരുടെ അറിവോടുകൂടി ആയിരിക്കണം നമ്മൾ അവരുടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. അപ്പോൾ ഫാബ്രിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. ദെൻ ഫാൾസിഫിക്കേഷൻ ഉണ്ടാകാൻ പാടില്ല. ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് ദിസ് മീൻസ് റിസർച്ചർ ഷുഡ് ക്രിയേറ്റ് ഫാൾസ് റിസർച്ച് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ വിഷ്. തെറ്റായ ഗവേഷണങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗവേഷണം തന്നെ തെറ്റായിട്ടുള്ള ഗവേഷണങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നടത്താൻ പാടില്ല. ദ റിസർച്ചർ നീഡ്സ് ടു ക്രിയേറ്റ് സം ഇമ്പാക്ട് ഓൺ ദ സൊസൈറ്റി. കാരണം ഒരു ഗവേഷകൻ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തും. അപ്പോൾ നമ്മൾ നടത്തുന്ന ഗവേഷണം തെറ്റായിട്ടുള്ള ഒരു ഗവേഷണം ആകാൻ പാടില്ല. ഇപ്പോൾ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാൻ വേണ്ടി ഡാറ്റാസിൽ തിരിമറി നടത്തുന്നതാണ് ഫാബ്രിക്കേഷൻ. അവിടെ റിസർച്ച് തെറ്റൊന്നുമല്ല. എന്നാൽ രണ്ടാമത്തതിൽ ഗവേഷണം മൊത്തത്തിൽ അത് തെറ്റായിട്ടുള്ള ഗവേഷണമാണ്. അപ്പോൾ ചില അസുഖങ്ങൾ മാറാൻ ഇന്നത് സഹായിക്കുമെന്ന രീതിയിലുള്ള ചില ഫേക്ക് റിസർച്ച് ഒക്കെ നടത്താറുണ്ട് അല്ലേ. അപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇന്ന ഒരു സസ്യം കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറും, കീമോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാൻ പാടില്ല. സോ നമ്മൾ ചെയ്യുന്ന ഗവേഷണം കൃത്യമായിട്ടും സത്യസന്ധമായിരിക്കണം. ദെൻ പ്ലാഗരിസം ഉണ്ടാകാൻ പാടില്ല. പ്ലാഗരിസം എന്ന് പറഞ്ഞാൽ എന്താ, ആശയമോക്ഷണമാണ്. ഇറ്റ് റെഫേഴ്സ് ടു കോപ്പിംഗ് ദ ടെക്സ്റ്റ് പിക്ചേഴ്സ് ഫ്രം സം വൺ ആർട്ടിക്കിൾസ് വിച്ച് ആർ ഓൾറെഡി പബ്ലിഷ്ഡ് ആൻഡ് ഹാവ് കോപ്പിറൈറ്റ് ഉള്ള ഇതിനകം തന്നെ പബ്ലിഷ് ചെയ്ത മറ്റൊരാളുടെ ആർട്ടിക്കിളിൽ നിന്നുള്ള വരികൾ അല്ലെങ്കിൽ അതിലെ പിക്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് പ്ലാഗരിസം എന്ന് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റ് മാത്രമല്ല, അയാളുടെ എനി കണ്ടന്റ്, വീഡിയോ ആകട്ടെ, ഓഡിയോ ആകട്ടെ, അല്ലെങ്കിൽ പിക്ചർ ആകട്ടെ, ഇതൊക്കെ അയാളുടെ കോപ്പിറൈറ്റ് ഉള്ള ഒരു സാധനത്തിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്ലാഗരിസമാണ്. സോ ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ദിസ് മേ ലീഡ് ടു ലീഗൽ ഇഷ്യൂസ് ഫോർ ദ റിസർച്ചർ. അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മോറലി കറക്റ്റ് അല്ല എന്ന് മാത്രമല്ല, ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കൃത്യമായിട്ടും കോപ്പിറൈറ്റ് ഉള്ള ഒരു പബ്ലിക്കേഷൻ ആണ് എങ്കിൽ നമുക്ക് അതിൻ്റെ പെനാൽറ്റി ഒക്കെ കൊടുക്കേണ്ടി വരും. സോ ദ റിസർച്ചർ മേ റിഫ്രൈസ് ദ ടെക്സ്റ്റ് ആൻഡ് ഗീവ് റെഫറൻസ് ടു ദ ആർട്ടിക്കിൾ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിലെ ഒരു ആശയം നമ്മുടെ ഗവേഷണത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് റിഫ്രൈസ് ചെയ്യുക, അല്ലെ, നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് മാറ്റി എഴുതി ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യണം. ഞാൻ ഈ ഒരു ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത് ഇന്ന പുസ്തകത്തിൽ നിന്നാണ് എന്ന് ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്യണം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, റിസർച്ച് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ കൃത്യമായിട്ടും ഇവകൾ ഓർത്തു വയ്ക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.